ഇതാണ് ഇന്നത്തെ ടോപ്പിക്കായിട്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നത്. NLP ടു ഡെവലപ്പ് മെറ്റാ കോഗ്നിഷൻ. മെറ്റാ കോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? ഞാനിപ്പോൾ ഇത് കാണിക്കാം. എന്താ കോഗ്നിഷൻ? ഇത്രയേ ഉള്ളൂ. ഗ്രഹണശക്തി. നമ്മുടെ മനസ്സിലെ എന്ന് പറഞ്ഞാൽ തലച്ചോറിൽ നടക്കുന്ന എല്ലാ സംഗതികളും കൂടെ കൂട്ടിയിട്ടുള്ളതാണ് ഈ കോഗ്നിഷൻ എന്ന് പറയുന്നത്. ഗ്രഹണശക്തി ഇതെല്ലാവർക്കും ഉണ്ട്. എനിക്കുമുണ്ട്, നിങ്ങൾക്കുമുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അത് ചില നേരത്തെ ഇച്ചിരി കുറഞ്ഞു പോകും, കൂടിപ്പോകുന്നൊക്കെ ഉള്ളത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ എല്ലാവർക്കും ഉള്ള ഒരു കഴിവാണ്, നോർമലായിട്ടുള്ള ആൾക്കാർക്ക്. അവരുടെ കാര്യം ഈ പറയുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും അതുണ്ട്. ഇതാണ് മെറ്റാകോഗ്നിഷൻ എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അത് ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാ ഡെവലപ്പ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല. പക്ഷേ NLP പഠിച്ചവർക്കൊക്കെ അത് കിട്ടും എന്നുള്ളതാണ്. NLP പഠിച്ചാൽ പോരാ, അത് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് മാത്രമേ അത് കിട്ടുകയുള്ളൂ. അതിൻ്റെ നോട്ട് നിങ്ങൾ 1000 പേജ് പഠിച്ചിട്ടും പുസ്തകങ്ങളെല്ലാം വീഡിയോസ് ഇഷ്ടം പോലെ കണ്ടിട്ടും കാര്യമൊന്നുമില്ല. അതിൽ കൂടെ ജീവിക്കുമ്പോൾ കിട്ടുന്ന കഴിവാണ് മെറ്റാകോഗ്നിഷൻ. അതിനുള്ള ഉദാഹരണം വേണമെങ്കിൽ പറയാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും. ആ ഉദാഹരണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സ്റ്റുഡൻ്റ് എനിക്ക് അയച്ചു തന്ന ഒരു ഓഡിയോ മെസ്സേജാണ്. അതിപ്പോൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നെങ്കിലും അതിലെ കണ്ടന്റ് എന്താണെന്ന് നിങ്ങളോട് പറയാം. ഓക്കെ, ഇതിനകത്തെ കണ്ടന്റ് വേണേ കേട്ടോളൂ. കണ്ടന്റ് കേട്ട് കഴിയുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. അതായത് ഒരു ഒരു സ്ത്രീയാണ്, ഭാര്യയും ഭർത്താവും കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. എനിക്ക് തീരെ സുഖമില്ലാണ്ടിരുന്ന സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു പ്രത്യേകതരം കാര്യം ചെയ്യാൻ പറഞ്ഞു. എന്തോ ഒരു പണിയെടുക്കാൻ പറഞ്ഞു. അത് ആവശ്യമുള്ള കാര്യമല്ല, പുള്ളിക്കത് വേണം. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ആർക്കെങ്കിലും പറയാനോ അതിനുള്ള കാരണം എന്താണെന്ന്? നമുക്ക് മേലാതിരിക്കുമ്പം നമ്മളോട് ഒരു അനാവശ്യമായിട്ടുള്ള കാര്യം, എന്നെ സംബന്ധിച്ച് എനിക്ക് അനാവശ്യമായിട്ടുള്ള കാര്യം അത് ചെയ്യാൻ പറഞ്ഞാൽ, അയ്യോ എനിക്കിത്ര മേലാണ്ട് ഞാൻ ഇരിക്കുകയാണ്, എന്നിട്ടും അദ്ദേഹം ഇങ്ങനെ ഉപദ്രവിക്കുന്നല്ലോ എന്നോർത്തിട്ട് സങ്കടം വരുമോ? അപ്പോൾ ഇവിടെയാണ് നമ്മൾ മെറ്റാകോഗ്നിഷൻ്റെ കാര്യം പറയാൻ പോണത് കേട്ടോ. അപ്പം നമ്മൾ NLP പഠിപ്പിച്ച് വിട്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളെ സങ്കടപ്പെടുത്തുന്ന ഒരു ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ that thought should be replaced by another thought. കാരണം ഈ പുതിയ തോട്ട് പഴയ തോട്ടിനെ റീപ്ലേസ് ചെയ്യുമ്പം ഈ പുതിയ തോട്ട് നിങ്ങൾക്ക് ഹാപ്പിനെസ് തരും. അങ്ങനത്തെ തോട്ടിന് നിങ്ങൾ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കുന്ന ഒരു പണിയാണ് ശരിക്ക് പറയുകയാണെങ്കിൽ മെറ്റാകോഗ്നിഷൻ എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ സാധാരണഗതിയിൽ നമ്മുടെ മനസ്സിൽ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അത് ഓട്ടോമാറ്റിക്കാണ്. NLPയിലൊരു പ്രിൻസിപ്പിൾ ഉണ്ട്, യു കനോട്ട് നോട്ട് കമ്മ്യൂണിക്കേറ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ എന്നുള്ള വാക്യം ഉപയോഗിക്കുന്നില്ല, ഒരു സിംഗിൾ വ്യക്തിയുടെ കാര്യം പറയുന്നത്. നിന്റെ മനസ്സിൽ എപ്പോഴും കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരിക്കും. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ മുമ്പേ ഡോക്ടർ ജെയ്സി പറഞ്ഞ പോലെ മനസ്സ് എന്നോട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇത് മനുഷ്യപ്രകൃതമാണ്. അതാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഓട്ടോമാറ്റിക്കാണ്. പക്ഷെ ഈ സംസാരം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ സംസാരമാണ് എന്നെ തളർത്തുന്നത്, എന്നെ ദേഷ്യപ്പെടുത്തുന്നത്, എന്നെ സങ്കടപ്പെടുത്തുന്നത്, എന്നെ അസൂയപ്പെടുത്തുന്നത്. അറിയാനുള്ള ഒരു കഴിവാണ് മെറ്റാകോഗ്നിഷൻ എന്ന് പറയുന്നത്. വാട്ട്, വൈ, ഹൗ, വെൻ എന്നൊക്കെ ഈ ചിന്തയോട് നമ്മൾ ചോദിച്ചാൽ മതി. ഈ ചിന്തകളെ നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്.
അതാണ് മെറ്റോ കോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഉള്ളിൽ അതാ ഒരു ഒരു വശം. ഇതുപോലെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ചിന്തയായിട്ട് ബന്ധം, കാരണം നമ്മുടെ പണി NLP ആണല്ലോ, കൗൺസിലിംഗ് ആണ്. അതുകൊണ്ട് ചിന്തയായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഇത്. പഠനത്തിനും ബിസിനസ്സിനും എല്ലാത്തിനും മെറ്റാ കോഗ്നിഷൻ നമുക്ക് ഉണ്ടായിരിക്കണം. ആ പവർ നമ്മുടെ മനസ്സിന് ഇഷ്ടംപോലെ പവേഴ്സ് ഉണ്ട്. അത് ആ പവേഴ്സ് എല്ലാം നമുക്ക് സ്വതസിദ്ധമായി കിട്ടിയ കഴിവുകളാണ്. ചിന്തിക്കാനുള്ള കഴിവ്, വിഷ്വലൈസ് ചെയ്യാനുള്ള കഴിവ്, ഇവിടുത്തെ ചിന്തകളെ എടുത്ത് വേറെടുത്തേക്ക് കൊണ്ടുപോകാനുള്ള ചിന്തകൾ, ഇങ്ങനെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കഴിവ്, ഇങ്ങനെ 100,000 അല്ല 6 തരം കഴിവുകളുണ്ട്. പക്ഷേ ഈ മെറ്റാ കോഗ്നിഷൻ എന്ന് പറഞ്ഞ ഒരു കഴിവ് ആർക്കും ഇല്ല. അത് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അങ്ങനെ ഡെവലപ്പ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏത് പ്രൊഫഷനിലാണോ അതിൻ്റെ അകത്ത് എക്സൽ ചെയ്യൂ. ഇല്ലെങ്കിൽ വേറെ ഒരു സാധാരണക്കാരായിട്ടങ്ങ് പോകും. അപ്പൊ അങ്ങനെയാകുമ്പോൾ ആ മുമ്പത്തെ പറഞ്ഞ സ്ത്രീ പറഞ്ഞത് ശരിയാണോ? എനിക്ക് മേലാതെ ഇരിക്കുമ്പം എൻ്റെ ഭർത്താവ് എന്നോട് പറയുന്നു നീ ഇന്നത് ചെയ്യാൻ. ദൈവമാണെങ്കിൽ പിന്നെ ഒബ്ജക്ഷൻ ഒന്നും ഇല്ല, അങ്ങ് ചെയ്താൽ മതിയല്ലോ. അപ്പൊ പിന്നെ ദേഷ്യ സങ്കടം ഒന്നും വരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അവിടെ കോൺഫ്ലിക്റ്റ് വന്നു. ഞാൻ ഇന്ന് വരെ കൊണ്ടു നടന്ന എൻ്റെ ധാരണ അത് സമൂഹത്തിൽ നിന്ന് കിട്ടിയതാണ്. ആ ധാരണയ്ക്കനുസരിച്ച് കാര്യങ്ങൾ നടക്കാണ്ട് വരുമ്പോൾ ഉണ്ടാകുന്ന എല്ലാം നെഗറ്റീവ് വികാരമാണ്. അപ്പം നമുക്ക് നെഗറ്റീവ് വികാരം ഉണ്ടാകാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വിശ്വാസങ്ങളും മൂല്യങ്ങളും ധാരണകളും എല്ലാം ഈ സന്ദർഭത്തിൽ നമുക്ക് ചേരുന്നില്ല. അത് നമുക്കറിയത്തുമില്ല. ഇതൊന്നും ഓർമ്മ വരികയല്ലോ. ദേഷ്യവും വന്നു, സങ്കടം വന്നു, കരച്ചിലായി. അപ്പോൾ നമ്മളിപ്പോൾ NLP പഠിക്കുന്നവരോട് പറയുന്നത്, നിങ്ങൾക്ക് കരച്ചിലോ ദേഷ്യമോ വന്നു കഴിയുമ്പം നിങ്ങളുടെ ഉള്ളിൽ വന്ന കമ്മ്യൂണിക്കേഷൻ എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കണം. അതാണ് നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത്. അതാ നിങ്ങൾ ഒരു 10-20 ദിവസത്തെ ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് അത് തന്നെ എല്ലാം നിങ്ങൾ ഏതാണ്ട് ആ ലെവലിലേക്ക് നിങ്ങൾ എത്തും. അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ തെട്ടിട്ടാ നിങ്ങൾ വരത്തുള്ളൂ. ഇല്ലെങ്കിൽ മനസ്സിൻ്റെ ഒരു മൂല കിടക്കുക. അത് ആവശ്യമുള്ള സംഗതി. അതാണ് നമ്മുടെ ഇന്റർവ്യൂവിന് പോയി കഴിയുമ്പോൾ പറ്റുന്നത്. സംഗതിയൊക്കെ കോൺഷ്യസ് മൈൻഡ് ഉണ്ടായിരുന്നു. അവിടെ ഇന്റർവ്യൂ പോകാൻ വേണ്ടി അന്നത്തെ ആങ്സൈറ്റി വന്നു, പഠിച്ചെല്ലാം പോയി. അതേസമയം ഈ സാധനം സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുകയാണെങ്കിൽ ഏത് സാഹചര്യത്തിലും ആ സാധനം വന്നുകൊണ്ടിരിക്കും. വെള്ളത്തിൽ കുളത്ത് വീണ് താന്നു പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വാല്യൂ സിസ്റ്റം പൊങ്ങി വരും. അപ്പോൾ ഈ ധാരണകളെല്ലാം, ഈ സമൂഹം ഉണ്ടാക്കിയ ധാരണകളെല്ലാം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടപ്പുണ്ട്. അപ്പൊ അത് മാത്രമേ വരത്തുള്ളൂ. അത് വന്നു കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഭർത്താവ് ദൈവമാണ്, തീർന്നു. അപ്പോൾ സങ്കടം വരും. അയ്യോ, ഈ ദൈവം എന്നെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നു. അപ്പോൾ കോൺഫ്ലിക്റ്റ് ആയി. അതിനാണ് നമ്മൾ ഈ NLP ഒക്കെ പഠിക്കുന്നത്. അപ്പോൾ ഈ NLP പഠിച്ചു കഴിയുമ്പം ഇവിടെ എല്ലാം ഈ മെറ്റാകോഗ്നിഷന്റെ ആ കഴിവാണ് ഇങ്ങോട്ട് വരുന്നത്. മെറ്റാകോഗ്നിഷൻ കപ്പാസിറ്റി ടു ഹാൻഡിൽ യുവർ തോട്ട്സ്. നിങ്ങളുടെ ചിന്തകളെ അങ്ങോട്ട് ചോദിച്ചിട്ട് നീ എന്താണ് ഉദ്ദേശിക്കുന്നത്, നീ എന്താണ് ഇതിൻ്റെ ഉദ്ദേശം, എന്താണ്, എപ്പോൾ സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു, എങ്ങനെ ചെയ്ത് കഴിയുമ്പം നമുക്ക് കറക്റ്റായിട്ടുള്ള നോളജ് കിട്ടും. ആ നോളജ് കിട്ടുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അത് വേറെ ഒരു ചിന്തയായിട്ടല്ല വരുന്നത്. ദാറ്റ് വിൽ മേക്ക് ചേഞ്ചസ് ഇൻ യുവർ ബ്രെയിൻ. ആ ബ്രെയിനിൽ നിങ്ങളെ റീവൈർ ചെയ്യും. അത് ഇങ്ങനെ ഈ തരത്തിൽ നമ്മൾ അതിനെ, ആ മനസ്സിനെ കൺവിൻസ് ചെയ്യുമ്പം മാത്രമേ നമ്മുടെ ബ്രെയിനിൽ മാറ്റങ്ങൾ വരൂ. വേറെ ആൾ പറഞ്ഞാലൊന്നും അങ്ങോട്ടേക്ക് ബ്രെയിനിൽ മാറ്റങ്ങൾ വരും. അത് മെമ്മറിയിലോട്ട് പോകും. അപ്പം മെമ്മറി എന്ന് പറയുന്നത് മനസ്സിൽ എഴുതി വെക്കുന്ന ഒരു സാധനമാണ്. മറ്റേതെങ്ങനെയല്ല, ബ്രെയിനിൽ ഫിസിക്കലായിട്ടുള്ള ചേഞ്ചസ് വരുത്തും. ആ ഫിസിക്കലായിട്ടുള്ള അതാണ് നമ്മുടെ തലച്ചോറിൻ്റെ മുൻഭാഗത്ത് പ്രീ ഫ്രോണ്ടൽ കോണ്ടക്സ്റ്റ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. ഈ തലയുടെ മുമ്പിലുള്ളൊരു ഭാഗം. അതിന് വേറെ പണികളൊന്നുമില്ല. അവിടെ മുഴുവൻ ഈ പണിയാണ് നടക്കുന്നത്. പുതിയതായിട്ട് ബ്രെയിനിൽ എഴുതി വെക്കുക. ആ എഴുത്ത് നടക്കുന്നത് ഈ ചർച്ച നടക്കുമ്പോഴാണ്.
നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിച്ചത്? അപ്പൊ പറയും, നിന്നോട് നിന്റെ അമ്മ പണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ, അല്ലെ നിന്റെ എൽഡേഴ്സ് ഇങ്ങനെ പഠിപ്പിച്ചിട്ടില്ലേ? അപ്പൊ എന്നെന്ന് ചോദിക്കുമ്പോൾ നിന്റെ കുട്ടിക്കാലത്ത് നീ ഇത് കേട്ടിട്ടില്ലേ? ഹൗ, എങ്ങനെയായിരുന്നു, എവിടെയായിരുന്നു, മൂന്നാലഞ്ച് ഹൗ, വെൻ, വാട്ട്, വൈ എന്നുള്ള ചോദ്യം ഞാൻ, അതിന് നമ്മൾ പറയുന്നത് നമ്മളോട് ചോദിക്കാന്ന് പറയും. ഇവിടെ ഇതിന്റെ മാറ്റങ്ങൾ സംഭവിക്കും. അതിന്റെ മാറ്റങ്ങൾ സംഭവിക്കുന്ന സംഗതിക്കാണ് ഈ പറഞ്ഞ മെറ്റാകോഗ്നിഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ ഞാൻ പറഞ്ഞതാ. നമ്മളെല്ലാവരും കണ്ടീഷൻഡ് ആണ്. കണ്ടീഷൻഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തോട്ട്സ് ആർ ബേസ്ഡ് ഓൺ അവർ കണ്ടീഷൻ. നമ്മുടെ ചിന്തകളെല്ലാം നമ്മളെ എങ്ങനെ കണ്ടീഷൻ ചെയ്തതിനെ ആശ്രയിച്ചിട്ടാണ്. അത് നമ്മൾ കൗൺസിലിംഗ് പറയാറുണ്ട് ബിലീഫ് സിസ്റ്റം. നമ്മളെല്ലാം ജീവിക്കുന്ന ഓരോ ബിലീഫ് സിസ്റ്റത്തിന്റെ ബലത്തിലാണ്. എപ്പോഴും നമുക്കൊരു ബിലീഫ് സിസ്റ്റം ഉണ്ട്. കേട്ടിട്ടില്ല? നിങ്ങളുടെ സൈക്കോളജി ഒക്കെ പഠിച്ചവർക്ക് ആ വാക്കറിയാമായിരിക്കും, ബിലീഫ് സിസ്റ്റം. അപ്പൊ ആ ബിലീഫ് സിസ്റ്റമാണ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. എന്താണ്? ഇപ്പൊ ഞാൻ ഈ വർണ്ണത്തെ തന്നെ കയറി പിടിയായിരുന്നു. ഭർത്താവ് എന്ന് പറയുന്നത് നിന്റെ കാണപ്പെട്ട ദൈവമാണ്. അപ്പൊ ദൈവത്തോട് എങ്ങനെയാ പെരുമാറേണ്ടത്? അതാണ് എൻ്റെ ബിലീഫ് സിസ്റ്റം. ആ ബിലീഫ് സിസ്റ്റം കൊണ്ട് നടക്കുന്നിടത്തോളം കാലം നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അദ്ദേഹം എന്ത് ചെയ്താലും നമ്മൾ ആ മറ്റേ ആ പറയുന്ന പോലെ ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ദൈവമായിട്ട് കാണുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഒരു കാലത്ത് അങ്ങനെയായിരുന്നു. ഒരു 50 കൊല്ലം 100 കൊല്ലം മുമ്പൊക്കെ അങ്ങനെയായിരുന്നു ആൾക്കാര്. ദൈവത്തിന് ഭർത്താവ് എന്ത് പറഞ്ഞാലും എതിരുവായി ഇല്ലായിരുന്നു. അദ്ദേഹം നോക്കിക്കഴിഞ്ഞാൽ അപ്പോഴേ ഈ നോക്കുന്നതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാകും. അപ്പോ അദ്ദേഹം മനുഷ്യനല്ലേ, മനുഷ്യന്റെ അതേ രീതിയിൽ കൂടെ അങ്ങനെ പെരുമാറും. അപ്പോൾ അങ്ങനെ ഒരിക്കലും ദൈവമാകാൻ പറ്റിയല്ലോ. ഇതൊക്കെ പിന്നീട് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴപ്പം ഈ കാലഘട്ടത്തിലാണല്ലോ ചിന്ത തുടങ്ങുന്നത്. ഒരു 10 30 40 വർഷമായിട്ട് ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങി. അപ്പൊ ശരിക്കും ഈ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള വ്യത്യാസം ഇരിക്കുന്നത്, നമ്മൾ രണ്ടുപേരും തുല്യരാന്നല്ല ഇപ്പം പഠിപ്പിക്കുന്ന എല്ലായിടത്തും. ഗവൺമെന്റ് പറയുന്നു, സമൂഹം പറയുന്നു, എല്ലാവരും പറയുന്നു. പക്ഷേങ്കിൽ നമ്മുടെ ബ്രെയിന് ഇതുപോലെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. തലച്ചോറിൽ എന്ന് പറഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കോൺഷ്യസ് മൈൻഡ് ഇതൊക്കെ പറയും. അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ ഈ സബ് കോൺഷ്യസ് മൈൻഡ് പ്രശ്നം ഉണ്ടാക്കുന്നില്ലെങ്കിൽ നമുക്ക് ദേഷ്യവും വരില്ല, സങ്കടം വരില്ല, ഒന്നും വരികയില്ല. കാരണം നമ്മൾ ഈ കേട്ടിരിക്കുന്ന കാര്യം കണാപ്പാടം പഠിച്ച് നടക്കാണ്. ഭർത്താവിനോട് എതിർക്കാൻ പാടില്ല. നിങ്ങളാരും കൂടുതൽ അങ്ങോട്ട് ചിന്തിക്കരുത് കേട്ടോ. കാരണം ഒത്തിരി ഉദാഹരണങ്ങൾ ഇടാൻ പറ്റില്ല. അതുകൊണ്ട് ആ ഒരൊറ്റ ഉദാഹരണത്തിൽ നമ്മൾ പിടിച്ചിരിക്കുന്നത്. റീസെന്റ് വന്ന ഒരു നമ്മുടെ ഒരു ക്ലയന്റ് വെട്ടിയ ഒരു ഇഷ്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അപ്പൊ അവർക്കുണ്ടായ സങ്കടം, എന്നിട്ട് ഞാനൊന്നും അതിനകത്ത് ഇടപെട്ടില്ല. അവരെന്നിട്ട് മാറി കഴിഞ്ഞിട്ട് പിന്നെ എന്നെ അറിയിക്കാതെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, സാറ് പണ്ട് പഠിപ്പിച്ച കാര്യങ്ങളിൽ കൂടെയാണല്ലോ എനിക്ക് മാറ്റം വന്നതെന്ന് അവര് പറഞ്ഞു. അപ്പോൾ അവര് പിന്നീട് ആദ്യത്തെ ഓഡിയോയിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എനിക്ക് ഭയങ്കര സങ്കടം വന്നു, കരച്ചിലാണ്, എനിക്ക് ഭർത്താവിനുള്ള ബഹുമാനം എല്ലാം പോയി, എന്നാൽ ഇങ്ങനെയൊക്കെ ഭർത്താക്കന്മാർ പെരുമാറുമോ, ഒരു സ്നേഹമില്ലല്ലോ, ഹൃദയമില്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷെ പിന്നീട് ഒരു ഓഡിയോ കൂടെ വിട്ടിരിക്കുക, ഇപ്പം എൻ്റെ സങ്കടം മാറിയത് എങ്ങനെയാണ്? ഇവരുടെ മനസ്സിൽ സബ് കോൺഷ്യസ് വരുന്നു, എന്തുകൊണ്ട് എനിക്ക് സങ്കടം വരുന്നെന്ന് അവളോട് തന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നിന്റെ ഉള്ളിൽ ഇങ്ങനെ ധാരണ കിടപ്പില്ലേ, ഭർത്താവ് പറയുന്നതെല്ലാം ശരിയാണ്, പറയുന്നതെല്ലാം അനുസരിക്കണമെന്ന് കേട്ടില്ലേ? ആ, അങ്ങനെ എനിക്ക് അനുസരിക്കാൻ സൗകര്യമില്ല, ആ പറയുന്നതിൻ്റെ അകത്തൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല എന്നുള്ള ഒരു തിരിച്ചറിവ്. അതിന് നമ്മൾ സാധാരണ നാടൻ ഭാഷ പറഞ്ഞ തിരിച്ചറിവെന്നാ. ആ തിരിച്ചറിവ് വന്നത് ആ സംഗതിക്കാണ് മെറ്റാകോഗ്നിഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ട് ഞാൻ അങ്ങനെ ചിന്തിച്ചു, വൈ ഐ ആം തിങ്കിങ് ലൈക്ക് ദാറ്റ്, ഭർത്താവ് പറയുന്നതൊക്കെ ശരിയാണെന്ന് ചിന്തിക്കുന്നത് എന്തിനാണ്? അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു സംഗതി ഇല്ലല്ലോ, എല്ലാവരും തുല്യരല്ലേ, ഭാര്യയും ഭർത്താവും തുല്യരല്ലേ. അപ്പൊ പിന്നെ അങ്ങേര് ശ്രദ്ധിക്കേണ്ടതല്ലേ, ഭാര്യയുടെ കാര്യങ്ങളൊക്കെ ഭർത്താവും കൂടെ നോക്കേണ്ടതല്ലേ.
എന്നുള്ള ഒരു തിരിച്ചറിവ് വന്ന അതാണ് ഈ മെറ്റാകോഗ്നിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ കൂടെ ആ ആദ്യം വന്ന ചിന്തേനെ പറ്റി വീണ്ടും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ ചെയ്യാറില്ല. ഓരോ ചിന്ത വന്നു കഴിഞ്ഞാൽ ആ ചിന്തയ്ക്ക് അനുസരിച്ച് ഒരു വികാരം വരുന്നു, അവിടെ കരഞ്ഞുകൊണ്ടിരിക്കും. വെറുതെ പിന്നെ കരച്ചിലായിരിക്കും. ആ കരച്ചിൽ കൊണ്ട് തന്നെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആ കരച്ചിൽ അങ്ങ് മാഞ്ഞു പോകും, അത്രയേ ഉള്ളൂ. തോട്ട്സിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. തോട്ട്സും വികാരങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞൊക്കെ സിനിമയൊക്കെ കണ്ടു, അല്ലെങ്കിൽ ഭർത്താവ് എവിടെയെങ്കിലും കൂടെ ഒരു ബിരിയാണിയൊക്കെ മേടിച്ചു തന്നു കഴിഞ്ഞപ്പോൾ മറ്റേതങ്ങ് മാഞ്ഞു പോയി. അവിടെ ഒരു കൗൺസിലിംഗ് നടന്നിട്ടില്ല. ഇപ്പൊ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ആ ചിന്തകളെ ഇറാഷണൽ തോട്ട്, അതായത് ഭർത്താവ് ദൈവമാണെന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഇറാഷണൽ തോട്ട്, ദാറ്റ് ഈസ് എ നെഗറ്റീവ് തോട്ട്. ഇതാണ് നെഗറ്റീവ് എന്ന് പറയുന്നത്. നമ്മളൊക്കെ സാധാരണ പലപ്പോഴും പറയാറുള്ളത് നെഗറ്റീവ് തോട്ട്, നെഗറ്റീവ് തോട്ട്സ്, ആൻഡ് നോ വൺ നോസ് വാട്ട് ഈസ് നെഗറ്റീവ് തോട്ട്സ്. അതായത് എൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന എന്ത് തോട്ടും നെഗറ്റീവാണ്. എനിക്ക് ദേഷ്യമുണ്ടാക്കുന്ന തോട്ട് എന്താണോ അത് നെഗറ്റീവാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ പറയുന്നത് അതാണ് തോട്ടെന്ന് പറയുന്നത്. അതാണ് ഡോക്ടർ ജെയ്സി മുഖ പറഞ്ഞത്, മനസ്സിൽ നടക്കുന്ന സംസാരം സിമ്പിളായിട്ടുള്ള സംസാരമാണ്. എന്നാലും നിന്റെ ഭർത്താവ് നിന്നെ ശ്രദ്ധിച്ചില്ലല്ലോടി, കോൺഷ്യസ് മൈൻഡിൽ കിടന്നത്. പക്ഷേങ്കിൽ അത് തന്നെ ഇപ്പോഴും ചില സാഹചര്യത്തിൽ അത് തന്നെ ഇങ്ങോട്ട് വരും. അതുകൊണ്ടാണ് ചിലരൊക്കെ ആത്മഹത്യ ചെയ്യുന്നത്. ഇപ്പൊ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ചേഞ്ചിങ് ബിലീഫ് സിസ്റ്റം. നമുക്ക് ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ട്, ഇങ്ങനെയൊക്കെയാ കാര്യങ്ങൾ നടക്കുന്നത്. ആ സിസ്റ്റത്തിൽ വരുന്ന മാറ്റങ്ങൾ വന്നു കഴിയുമ്പോൾ നമ്മുടെ ബുദ്ധിമുട്ട് മാറും. എന്താണ് NLP നമ്മൾ പറയുന്ന നമ്മുടെ മാപ്പെന്ന് പറഞ്ഞ സാധനം. നമ്മളൊരു മാപ്പിലാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഇന്നതൊക്കെ ശരിയാണ്, ഇന്നതൊക്കെ തെറ്റാണെന്ന് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ ബിലീഫ് സിസ്റ്റം എന്ന് പറയുന്നത്. ആ സിസ്റ്റത്തിനെതിരായിട്ട് ആരെങ്കിലും പ്രവർത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമായി. സത്യത്തിൽ പറയുകയാണെങ്കിൽ തെറ്റും ശരിയെന്ന് പറഞ്ഞൊരു സംഗതിയില്ല. നമ്മുടെ കാഴ്ചപ്പാടിൽ വരുന്ന മാറ്റങ്ങളാണ് ഈ തെറ്റും ശരിയെന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇതാണ് NLP എന്ന് പറഞ്ഞ സാധനം. ഒരാൾ ആഗ്രഹിക്കുന്ന ഫലങ്ങൾ നേടാൻ അയാളുടെ ചിന്തകളും പെരുമാറ്റങ്ങളും മാറ്റുന്നതിന് അയാളെ സഹായിക്കുന്ന ഒരു മാർഗമാണ് NLP. അതിന് ഇംഗ്ലീഷിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ യു തിങ്ക് ഇൻ സച്ച് എ വേ ദാറ്റ് യു ബിക്കം ഹാപ്പി. ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഉള്ളിൽ ഒരു ചിന്ത വന്നിട്ട് ആ ചിന്ത നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് നമ്മൾ സ്ഥിരം വേദനിച്ചുകൊണ്ടിരിക്കുക. കാരണം നമുക്ക് ആ ചിന്തയെ മാറ്റാൻ അറിയത്തില്ല. ആ ചിന്തയെ മാറ്റണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ വാട്ട് എന്നെ വയ്യെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കണം, എങ്കിലേ ആ മാറുകയുള്ളൂ. മാറിയാൽ തന്നെ അത് നിലനിൽക്കണ്ടേ ആ ചിന്ത. അത് കോൺഷ്യസ് മൈൻഡിൽ വന്നിരിക്കുന്നത്. ദാറ്റ് ഹാസ് ടു ഗോ ടു ദ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ബ്രെയിനിൽ മാറ്റങ്ങൾ സംഭവിക്കണം. അപ്പൊ ഇത് റിപ്പീറ്റഡ് ആയിട്ട് പഠിച്ച് ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പം ബ്രെയിനിൽ മാറ്റങ്ങൾ വന്നു. പുതിയ സിസ്റ്റമായി ബ്രെയിന്. പുതിയ സിസ്റ്റത്തിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. അതുപോലെ തന്നെ ഈ ചിന്തകളെ ഇങ്ങനെ ഈ മെറ്റാകോഗ്നിഷനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് മൈൻഡ് മാസ്റ്ററി പഠിക്കുന്നത്. മൈൻഡ് മാസ്റ്ററിയുടെ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ചിന്തകളെ മാറ്റാൻ സാധിക്കും. മെറ്റാകോഗ്നിഷൻ എന്നാൽ ഒരാളുടെ സ്വന്തം ചിന്ത പ്രക്രിയകളെ കുറിച്ചുള്ള അവബോധവും അവയെ നിയന്ത്രിക്കാനുള്ള കഴിവുമാണ്. ഇപ്പൊ മലയാളമാണെങ്കിലും മനസ്സിലാക്കാൻ വലിയ പാടാണ്. ഞാനീ പറഞ്ഞ എല്ലാമാണ് മെറ്റാകോഗ്നിഷൻ. അതിന്റെ ഡെഫിനിഷൻ ഇതിൻ്റെ അകത്ത് ഞാനിപ്പം നെറ്റിൻ്റെ അകത്തുനിന്ന് കോപ്പി അടിച്ചതാണ്, മലയാളത്തിലുള്ളത്. മെറ്റാകോഗ്നിഷൻ എന്നാൽ ഒരാളുടെ സ്വന്തം പ്രക്രിയകൾ എന്ന് പറഞ്ഞാൽ പ്രോസസ്സിങ്. അതിനകത്ത് ചിന്തകൾ വെച്ചിട്ടാണല്ലോ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ തിരിച്ചറിവ് ഉണ്ടാക്കുന്നതെല്ലാം അത് വെച്ചിട്ടാണ്. അതിനെ നിയന്ത്രിക്കാനുള്ള, അതിനെ മാറ്റാനും മറിക്കാനുള്ള കഴിവിനാണ് മെറ്റാകോഗ്നിഷൻ എന്ന് പറയുന്നത്. അതാണ് NLP പഠിച്ചാൽ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞത്.
അതിനെ ലളിതമായിട്ട് പറഞ്ഞാൽ ഇതാണ്. ലളിതമായിട്ട് പറഞ്ഞാൽ ചിന്തിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക. അതായത് ഞാനിങ്ങനെ ചിന്തിക്കുന്നു, ആ ചിന്തയെപ്പറ്റി ഞാൻ ചിന്തിക്കണം. ഇതാരും ചെയ്യാറില്ല. നമ്മൾ ചിന്തിച്ചങ്ങ് വിടും, അതനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾ സംഭവിക്കും. പക്ഷേങ്കിൽ ആ ചിന്തകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. ആ ചിന്തകളെക്കൊണ്ട് ചിന്തിക്കുന്ന സംവിധാനത്തിനാണ് മെറ്റാകോഗ്നിഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് ഇല്ല. അത് ജന്മന നമുക്ക് ആർക്കും അത് കിട്ടിയിട്ടില്ല. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് NLP പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. അത് കിട്ടാൻ വേണ്ടി വേറെ വല്ല ടെക്നിക്കും കാണുമായിരിക്കും കേട്ടോ, എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളിവിടെ NLP പഠിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കിട്ടും. ഇത് നിങ്ങൾ നെറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ പഠിച്ചാൽ തീരുക കേട്ടോ. മെറ്റാകോഗ്നിഷനെ പറ്റി അവിടെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്ന, കൂടുതൽ ഇതിനെപ്പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ നെറ്റിൽ കയറിയിട്ട് മെറ്റാകോഗ്നിഷനെ പറ്റി അടിച്ചാൽ മതി. ഇപ്പോൾ ധാരാളം വീഡിയോസ് കിട്ടും. പക്ഷെ അവരാരും NLPയെ പറ്റി പറയുന്നില്ല കേട്ടോ. ഇത് നമ്മുടെ അനുഭവത്തിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇത് പഠിച്ച ആൾക്കാർക്ക് മെറ്റാകോഗ്നിഷനുള്ള ആ ലെവലിലേക്ക് അവർ എത്തുന്നുണ്ട്. അവർ ചിന്തകളെ അമ്മാനമാടുന്നുണ്ട്, ചിന്തകളെ മാറ്റിമറിക്കുന്നുണ്ട്, അവരിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് തീർന്നു. പിന്നെ ഞാൻ ഇതും കൂടെ എഴുതിയിട്ടുണ്ട്. ഗ്രഹണശക്തി എന്താണെന്ന് എഴുതിയിട്ടുണ്ട്. ഗ്രഹണശക്തിയുടെ കോഗ്നിഷന്റെ അടുത്തല്ല, അപ്പൊ അതിന്റെ അപ്പുറം, മെറ്റ എന്ന് പറഞ്ഞ സംതിങ് ബിയോണ്ട് എന്നാണ് കേട്ടോ. അത് നിങ്ങൾ ഓർത്തണം. മെറ്റ കോഗ്നിഷന്റെ അപ്പുറം എന്ന് പറഞ്ഞാൽ കോഗ്നിഷന്റെ അപ്പുറം കടക്കണം. അത് കടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ NLP ഉപയോഗിക്കുന്നത്. അപ്പോൾ ക്ലാസ് അങ്ങ് കഴിഞ്ഞു. ആർക്കെങ്കിലും ഇതിനെപ്പറ്റി